10 മാസക്കാലമായി ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ക്രൂരമായ യുദ്ധമുറയിലും ആക്രമണങ്ങളിലുമായി 40,000-ന് മുകളിൽ ജീവനുകളാണ് നഷ്ടമായിട്ടുള്ളത്. ഇതിൽ സ്ത്രീകളും പിഞ്ചു കുട്ടികളും അടക്കം ഉൾപ്പെടും. ഹമാസിനെതിരെയാണ് യുദ്ധമെന്ന ഇസ്രായേലിന്റെ വാദം ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. അതിനു പിന്നാലെ ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ ലോകരാജ്യങ്ങളാകെ രംഗത്തെത്തിയിരുന്നു. ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിക്കുന്നതിനായി പല ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ ഇറാനിൽ വെച്ച് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതോടെ ഇസ്രായേലിന് പുതിയ എതിരാളി കൂടി ഉടലെടുത്തു. ഇത് പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുമെന്ന ഭീതിയിലാണ് നിർത്തിവെച്ച വെടിനിർത്തൽ കരാറുമായി ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ ലോകരാജ്യങ്ങൾ സംയുക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയത്. എന്നാൽ ദോഹയിൽ നടന്ന ചർച്ചയിൽ ഹമാസ് പങ്കെടുത്തിരുന്നില്ല. വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ വീണ്ടും വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഹമാസ് ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നത് എന്ന് ഹമാസ് പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഒഴിഞ്ഞുപോകാതെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കില്ല എന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചകളും വിഫലമായി. അതോടെ കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിലേക്കാണ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ചെലുത്തിയത്. എന്നാൽ ഗാസയിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന ഇസ്രായേൽ പിടിവാശിയെ തുടർന്ന് വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച വീണ്ടും തീരുമാനമാകാതെ പൊളിഞ്ഞിരിക്കുകയാണ്. ഗാസയ്ക്കും ഈജിപ്തിനുമിടയിലെ ഫിലാഡൽഫി നെറ്റ്സറിം ഇടനാഴിയിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന പുതിയ നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വെച്ചതാണ് ചർച്ച പൊളിയാൻ കാരണമായത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതോടെ ഈജിപ്തിലെ കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ച വിജയം കാണാതെ അവസാനിപ്പിച്ച് പങ്കെടുത്ത ലോകരാജ്യങ്ങളിലെ അംഗങ്ങൾ മടങ്ങി. പൂർണ്ണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദികളെ വിട്ടു നൽകില്ലെന്നും മെയ് അവസാനം US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അതേപടി അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് നിലപാട് വ്യക്തമാക്കി. ജൂലൈ 2-ന് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ നിന്ന് പിന്മാറുകയില്ല. പുതിയ വ്യവസ്ഥകളെ കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ അംഗീകരിക്കുകയുമില്ല എന്ന് ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ അൽ-അക്സ ടിവിയോട് പറഞ്ഞിരിക്കുകയാണ്. അതിനിടെ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഹമാസ് പ്രതിനിധി സംഘം ഞായറാഴ്ച കൈറോയിൽ നിന്നും മടങ്ങി. US-ഉം ഖത്തറും ഈജിപ്തുമാണ് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നത്. അതിനിടെ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അറിയിച്ചു. ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നത് ഇസ്രായേൽ സർക്കാർ പൂർണ്ണ പരാജയമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബന്ദിയാക്കപ്പെട്ടവരുടെയും കാണാതായ കുടുംബങ്ങളുടെയും ഫോറം പങ്കെടുക്കില്ലെന്ന് ഹോസ്റ്റേഴ്സ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ആരോപിച്ചത്. ഗാസ അതിർത്തി പ്രദേശങ്ങളിലെ ജൂത കമ്മ്യൂണിറ്റികളായ കിബൽസി കിഫർ അസ, നഹൽ ഓസ്, യാദ് മൊർദെചായി, നിർ യിസ്ഹാഖ്, കിബൽസി നിരീം, നിർ ഓസ് റീം എന്നിവരും സർക്കാർ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് ക്യാൻ ന്യൂസിനോട് പറഞ്ഞിരുന്നു. അതിനിടെ ഇവരുടെ നേതൃത്വത്തിൽ സർക്കാർ പരിപാടികൾക്ക് സമാന്തരമായി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഒക്ടോബർ 7-ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ അറിയിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കുമു പ്രസ്ഥാനവുമായി സഹകരിച്ച് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഗാസയിൽ ഇന്നും ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 33 പേർ കൊല്ലപ്പെടുകയും 66 പേർ പരിക്കേൽക്കുകയും ചെയ്തു. ഇതുവരെ 40,435 പലസ്തീനികളാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്.